ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നൈറ്റി ബിറ്റുമായിട്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്ലീറ്റഡ് ആയിട്ടുള്ള വീനെക്ക് കോളർ ഒരു കുർത്തിയാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു നൈറ്റി ബിറ്റും അതിൻ്റെ കൂടെ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു തുണിയാണ് കോളറിനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പതിവ് പോലെ നമ്മുടെ ക്ലോത്ത് 4ആയിട്ട് മടക്കി നമ്മൾ സാധാരണ ക്ലോത്ത് എങ്ങനെയാണോ ഇടുന്നത് അതുപോലെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് ആവശ്യമുള്ള ലെങ്ത് ഞാൻ മാർക്ക് ചെയ്യാണ്. 47 ഇഞ്ചിലാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. ആ 47 തന്നെ ഞാൻ 2-3 സ്ഥലത്തായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് അത് മാറ്റുന്നത്. കാര്യം നമ്മൾ ഒരു വശം മാത്രം ചിലപ്പോൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് തരുമ്പോൾ ലെങ്ത് കറക്റ്റ് ആവണമെന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറയാൻ കാര്യം നമ്മുടെ തുടക്കക്കാരും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്, അവർക്ക് വേണ്ടിയാണ്. അപ്പോൾ അറിയാവുന്നവർ ദയവായി ക്ഷമിക്കണമേ. അപ്പോൾ ആ മാർക്ക് ചെയ്ത ഭാഗം വെച്ച് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലീവിന് വേണ്ടി എടുക്കുന്ന ക്ലോത്ത്. ബാക്കി ഭാഗം നമ്മളിതാ നിവർത്തിയിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി ഞാൻ അതിൻ്റെ ആകവശമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ട് പാർട്ടിന് വേണ്ടിയുള്ള ക്ലോത്താണ്. അപ്പോൾ അതിൽ ഫോൾഡ് ചെയ്തിരിക്കുന്ന വശം നമ്മുടെ നേരെയും ഓപ്പൺ സൈഡ് നമ്മുടെ ഓപ്പോസിറ്റുമാണ് കിടക്കുന്നത്. അപ്പോൾ പ്ലീറ്റ് ആയിട്ടുള്ള ക്ലോത്ത് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ പ്ലീറ്റിന് വേണ്ടി 4 ഇഞ്ച് വീതം നമ്മുടെ ടോപ്പ് ഭാഗം മുതൽ താഴ്ഭാഗം വരെയും മാർക്ക് ചെയ്യുന്നുണ്ട്. 4 ഇഞ്ച് തന്നെ. ഈ 4 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗം നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കുവാണേ. ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ 4 ഇഞ്ച് നമ്മൾ മടക്കിയിട്ടല്ലോ, അതിൻ്റെ ആ ഒരു പുറത്തോട്ട് നമ്മുടെ ബാക്ക് പാർട്ട് എടുത്തിടുവാണേ. എന്നിട്ട് ആ 4 ഇഞ്ച് മടക്കിയത് ഉള്ളിലോട്ട് വെക്കുവേ. നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് നോക്കണേ. നമ്മൾ ആ 4 ഇഞ്ച് വീതം മടക്കിയത് ഉള്ളിലേക്കാക്കിയിട്ട് അത് ലെവൽ ചെയ്തിടുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ബാക്ക് പാർട്ടിന് വേണ്ടിയുള്ള തുണി അതിൻ്റെ പുറത്തേക്ക് ഇടുന്നുണ്ട്. നമ്മൾ സാധാ ഇടുന്നത് പോലെ ഇടുവാണേ. ആ ലെങ്തൊക്കെ ഒരുപോലെ വെക്കുന്നുണ്ടേ. ചുളിവൊന്നും ഇല്ലാണ്ട് കറക്റ്റായിട്ട് ഇടണമേ. ഇനിയാണ് നമുക്ക് ഓരോ അളവുകളും മാർക്ക് ചെയ്യേണ്ടത്. നമ്മുടെ 7 ഇഞ്ച് ഷോൾഡറാണ് മാർക്ക് ചെയ്യുന്നത്. താഴേക്കും 7 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ആം ഹോളിന് വേണ്ടി. അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചതിന് ശേഷം നമുക്ക് ചെസ്റ്റാണ് നോക്കേണ്ടത്. നമ്മുടെ ചെസ്റ്റ് 9 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ആം ഹോളിൻ്റെ കർവ് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി താഴേക്ക് നമ്മുടെ ഷേപ്പാണ് മാർക്ക് ചെയ്യുന്നത്. 13.5 ഇഞ്ചാണ് ഷേപ്പ് മാർക്ക് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ 14 ഇഞ്ചിലും മാർക്ക് ചെയ്യാവേ. ഇനി അവിടുന്ന് നമ്മുടെ വേസ്റ്റ് വണ്ണമാണ് മാർക്ക് ചെയ്യുന്നത്. 8.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു, പ്ലസ് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ സ്ലിറ്റ് 19.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. അവിടുത്തെ വണ്ണം 10 ഇഞ്ചും പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്തിട്ടുണ്ട്. താഴേക്കുള്ള വണ്ണം 12 ഇഞ്ചിലാണ് വീതി മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്ത ഭാഗമെല്ലാം കൂടി യോജിപ്പിച്ച് വരയ്ക്കുവാണേ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലെയും ബാക്കിലെയും ഒരുമിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാ അളവുകളും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് പോണവേ. അതിന് മുമ്പ് നമുക്കിവിടെ ഒരു ഷോൾഡറിൻ്റെ സ്ലോപ്പ് മാർക്ക് ചെയ്യണം. അത് കോളർ വെച്ചിട്ടുള്ളതാണല്ലോ. അപ്പോൾ 1/2 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തിട്ട് ആ ഒരു സ്ലോപ്പിന് വേണ്ടി വരച്ചെടുക്കണമേ.
ഇനി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതാ ഇപ്പോൾ കട്ട് ചെയ്തപ്പോൾ ഇതാ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മുടെ ഈ ബാക്ക് പാർട്ട് നമുക്കിനി മാറ്റാം. അതിലെ കട്ടിങ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് തന്നെ നമുക്ക് ആ ഒരു സ്ലിറ്റിൻ്റെ ഭാഗത്ത് നമ്മളൊരു നോച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്ലിറ്റ് ഇടുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഈസി ആയിട്ട് ആ ഒരു പോയിൻ്റ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ 4 വശവും ഒരുപോലെ നമുക്ക് ആ ഒരു പോയിൻ്റ് എടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് പാർട്ട് നമുക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ട് മാത്രമാണ് കിടക്കുന്നത്. ഇനി നമ്മൾ ആ 4 ഇഞ്ച് മാർക്ക് ചെയ്തതിനെ വെളിയിലോട്ട് എടുക്കുവാണേ. കണ്ടോ, വെളിയിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലാണ് നമ്മുടെ അടുത്ത അളവുകൾ. ഇവിടെ 1/2 ഇഞ്ച് സ്ലോപ്പ് മാർക്ക് ചെയ്ത് അതങ്ങോട്ട് നമുക്ക് വരച്ചെടുക്കാം. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. 3 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. ആ 4 ഇഞ്ചിന് അപ്പുറം വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് എത്ര ലെങ്തിലാണ് ആ കോളർ വേണ്ടതെന്നുള്ളത് മാർക്ക് ചെയ്യാം. ഞാനൊരു 13.5 ഇഞ്ചിലാണ് ആ കോളറിൻ്റെ മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ആ നെക്ക് മാർക്ക് ചെയ്തെടുത്തുനിന്നും താഴേക്ക് വരയ്ക്കണം. അതിനു മുമ്പായിട്ട് കോളറിന് എത്ര വീതി വേണമെന്നാണ് മാർക്ക് ചെയ്യേണ്ടത്. ഒരു 1.5 ഇഞ്ചാണ് ഞാൻ കോളറിന് വേണ്ടി കൊടുക്കുന്നത്. ഞാൻ ഒന്നുകൂടി മനസ്സിലാക്കി കാണിച്ചു തരാം. നമ്മുടെ നെക്കിന് വേണ്ടി 3 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. നെക്കിൻ്റെ വിഡ്ത്ത് ശ്രദ്ധിച്ച് നോക്കണേ. 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് നമ്മുടെ ഈ കോളറിന് എത്ര വീതിയാണോ അത് നമുക്ക് മാർക്ക് ചെയ്യാം. 13.5 ഇഞ്ചിൽ ഞാൻ ആ കോളറിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ 4 ഇഞ്ചിലേക്ക് നമ്മളതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചെടുക്കുന്നേ. ആ 13.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നു. എന്നിട്ട് കോളറിന് എത്ര വീതിയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്യുന്നു. ഒരു 1.5 ഇഞ്ചാണ്. അതായത് നമ്മൾ ആ 4 ഇഞ്ച് വരച്ചതിൻ്റെ അപ്പുറം വെച്ചിട്ടാണ് കോളറിൻ്റെ വീതി മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ആ 3 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തുനിന്ന് കോളറിൻ്റെ വീതി മാർക്ക് ചെയ്തെടുത്തോട്ട് വരച്ചെടുക്കാം. കണ്ടോ, ഇപ്പോൾ ഒരു വലിയൊരു വി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഷോൾഡർ സ്ലോപ്പും കൂടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ആ സ്ലോപ്പും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഇങ്ങനെയാണ്. ഈ ഒരു ആ വലിയ വി കിട്ടിയ ഭാഗത്തു നിന്നാണ് നമ്മൾ പ്ലീറ്റ് ഇടുന്നത്. അപ്പോൾ നമ്മുടെ ആ ഫ്രണ്ട് പാർട്ടിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ് നോക്കുന്നത്. സ്ലീവിന് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള 4 പാർട്ടായിട്ട് നമ്മൾ മടക്കിയിട്ടിട്ടുണ്ട്. ആദ്യം നമുക്ക് വണ്ണം എത്രയാണോ അത് മാർക്ക് ചെയ്യാം. 10 ഇഞ്ചിൽ ഞാൻ വണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു പ്രിൻ്റ് ഉള്ളതുകൊണ്ട് മനസ്സിലാതില്ല. തിരിച്ചിട്ടൊന്നുകൂടെ കാണിക്കാം. തിരിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മാർക്ക് ചെയ്യുന്നത് ക്ലിയർ ആകുന്നില്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനൊരു ചെറിയ പഫ് കൊടുക്കുന്നുണ്ട്. ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് പഫിൻ്റെ ഹൈറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ആ പഫിൻ്റെ ഹൈറ്റ് മാർക്ക് ചെയ്തതിന് തൊട്ട് താഴെ വെച്ചിട്ടാണ് നമ്മൾ വണ്ണം മാർക്ക് ചെയ്യുന്നത്. 10 ഇഞ്ച് താഴേക്ക് 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ആ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തുനിന്നും നമ്മുടെ ലെങ്തിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുന്നു. ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ പാതി നമ്മൾ കാണണം. പാതി കാണാൻ നമ്മുടെ എളുപ്പത്തിന് ആ ടേപ്പ് കറക്റ്റ് മടക്കിയിട്ട് പാതി കിട്ടുന്നിടത്ത് മാർക്ക് ചെയ്താൽ മതിയേ. എന്നിട്ട് ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മുടെ സ്ലീവിൻ്റെ പഫ് മാർക്ക് ചെയ്ത ആ ലെങ്തിനെ ഒരു വളച്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ താഴെ എത്രയാണോ വണ്ണം മാർക്ക് ചെയ്യുക അതിലേക്ക്
യോജിപ്പിച്ച് നമ്മളിത് കട്ട് ചെയ്തെടുക്കുവാണേ. ഞാൻ പറയുന്നതിലും വ്യക്തമായിട്ട് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാകും. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് ബാക്ക് അടിച്ച് നോക്കിയാൽ മതിയേ. ഉണ്ടോ നമ്മുടെ സ്ലീവ് മാർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഒരു സെൻറ്റർ നോച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എത്രയാണോ ആ പഫ് എവിടം വരെയാണോ വരേണ്ടത് അതറിയുന്നതിനും അവിടെ ഒരു മാർക്കിങ് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമ്മുടെ ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് അതിന് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. നമ്മളൊരു വലിയ വി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു ഭാഗം പ്ലീറ്റ് ഇട്ട് നമുക്ക് ചെറിയ വി ആക്കി എടുക്കാവേ. ഇതിൻ്റെ ഒരു നിബന്ധന എന്ന് വെച്ചാൽ ആ ഒരു പ്ലീറ്റ് ഇട്ട ഭാഗം 3 ഇഞ്ച് ആയിരിക്കണമേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ട് ആ നൂല് വലിച്ചെടുത്ത് പ്ലീറ്റ് ആക്കാം. ഞാനിവിടെ അല്ലാണ്ട് തന്നെയാണ് പ്ലീറ്റ് ഇടുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാവേ. അപ്പോൾ ഞാൻ പ്ലീറ്റ് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അളന്ന് നോക്കാം. അളന്ന് നോക്കുമ്പോൾ 3 ഇഞ്ച് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആ ഒരു പ്ലീറ്റിൻ്റെ അളവെന്ന് പറയുന്നത്. ഇനി നമുക്ക് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടിൻ്റെ ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്യാം. അങ്ങനെ അത് രണ്ടും ജോയിൻ ചെയ്തെടുക്കണമേ. ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുത്തേക്കണേ. ഇനി അങ്ങനെ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ നെക്ക് നന്നായിട്ട് നിവർത്തിയിട്ടിട്ട് നമുക്ക് അളക്കാം. നമുക്ക് കോളറിന് വേണ്ടിയുള്ള അളവാണിപ്പോൾ എടുക്കുന്നത്. ആ പ്ലീറ്റ് ഇട്ട ഭാഗത്തു നിന്നും ആ ഒരു ക്ലോത്തിൻ്റെ ആ ഒരു കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കോളറിന് വേണ്ടി അളന്നെടുക്കാവേ. അളക്കുന്നത് എങ്ങനെയാണെന്നുള്ള രീതി നോക്കണേ. അവിടെയൊക്കെ എത്തുമ്പോൾ ഒരു ബെൻഡ് ചെയ്ത് വേണം പോകേണ്ടത്. ഇപ്പം എനിക്കിവിടെ 33 ഇഞ്ചിലാണ് ആ ഒരു കോളറിൻ്റെ വിഡ്ത്ത്, 34 ഇഞ്ചിലാണ് കോളറിൻ്റെ ലെങ്ത് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഒന്നുകൂടെ വേണേ അളന്ന് നോക്കാം. സാവധാനം നമ്മൾ അളന്നെടുത്താൽ മതി. സ്പീഡ് ഒരിക്കലും കാട്ടരുതേ. 34 ഇഞ്ച് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 34 ഇഞ്ചാണ് കിട്ടിയെങ്കിൽ അതിൻ്റെ കൂടെ 3 ഇഞ്ചോ 4 ഇഞ്ചോ എക്സ്ട്രാ വേണം നമ്മൾ അതിൻ്റെ ലെങ്ത് കണക്കാക്കാൻ. അപ്പം ഞാനിവിടെ വേറൊരു തുണിയാണ് എടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എൻ്റെ 4 ഇഞ്ച് വിഡ്ത്തിലും 34 കിട്ടുമ്പോൾ 37, 38 ലെങ്തിൽ വേണം ഒരു ക്ലോത്ത് വേണ്ടത്. ഇപ്പം എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു 43ആണ്. ഞാൻ അതിൽ നിന്ന് കട്ട് ചെയ്ത് 38 ഇഞ്ചിലേക്ക് മാറ്റുന്നുണ്ട്. ഈ സമയത്ത് വേണം നമുക്ക് ക്യാൻവാസ് പേപ്പർ ഇതിലേക്ക് ഒട്ടിക്കാം. ഇതെനിക്ക് അത്യാവശ്യം കട്ടിയുള്ള തുണി ആയതുകൊണ്ട് ക്യാൻവാസ് പേപ്പർ ഞാൻ എടുക്കുന്നില്ല. ഇതല്ലാണ്ട് തന്നെ നല്ല വശങ്ങൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സോറി, നല്ല വശമല്ല, അതിൻ്റെ മോശം വശങ്ങൾ തമ്മിൽ തന്നെയാണ് അടിച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മൾ അടിച്ചെടുത്ത സാധനം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ കോളറിൻ്റെ വെച്ച് കൊടുക്കുക. അതിനായിട്ട് ആ പ്ലീറ്റ് ഇട്ട ഭാഗത്തു നിന്നായിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 2-3 ഇഞ്ച് ഇങ്ങോട്ട് എക്സ്ട്രാ ഇട്ടിട്ടേ നമ്മൾ അടിച്ചു കൊടുക്കാവുള്ളേ. ഒരു കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ. നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നിങ്ങൾ വീഡിയോ നോക്കണം. ആ ഒരു സ്റ്റിച്ച് വന്ന ഭാഗം തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ബെൻഡ് ഭാഗമൊക്കെ വരുമ്പോൾ നമ്മൾ അത്യാവശ്യം വലിച്ചു പിടിക്കാണ്ട് ഒരു കറക്റ്റ് ലെവലിലേക്ക് കൊടുത്ത് വേണം അടിച്ചെടുക്കേണ്ടത്. വളരെ സാവകാശം അങ്ങനെ അടിച്ചെടുത്ത് പോകുന്നുണ്ട്.
ഇപ്പം നമുക്കിതാ ആ ബാലൻസ് വന്ന് നമ്മൾ എക്സ്ട്രാ ഇട്ടിട്ടുണ്ടല്ലോ, ആ തുണി എന്താ ചെയ്യുന്നതെന്ന് ആ വീഡിയോ നോക്കണം. നമ്മളത് ആ പ്ലേറ്റിൻ്റെ അകത്തേക്ക് ആദ്യം ഒരു വശം എടുത്തിട്ടു, പിന്നെ അതിൻ്റെ പുറത്തേക്ക് മറ്റേ വശവും കൂടി ഇടുന്നുണ്ട്. എന്നിട്ട് ആ പ്ലേറ്റുള്ള ഭാഗം ഉണ്ടല്ലോ, അത് ചുളിവൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ നമുക്ക് അടിച്ചെടുക്കണം. ഇങ്ങനെ അടി കൊടുക്കണമേ. അപ്പോൾ ആ അടിയിലെ തുണി ചുളുങ്ങാതെ വേണം ശ്രദ്ധിക്കാൻ. ഇപ്പം നമ്മളൊരു വലിയ 13.5 ഇഞ്ചിലുള്ള വലിയ ഒരു നെക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെ കവർ ചെയ്യുന്നതിന് വേണ്ടി നമ്മളൊരു തുണി വെക്കുന്നുണ്ട്. അതിനായിട്ടൊരു ക്യാൻവാസ് പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് വേറൊരു തുണിയുമായിട്ട് വെച്ച് നമുക്ക് അടിച്ചെടുക്കാം. അടിച്ചത് നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എത്ര ലെങ്തിലാണോ നമ്മുടെ കഴുത്തിന് ഇറക്കം വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് അതിലേക്ക് വെച്ച് അടിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 5.5 ഇഞ്ചിലാണ് നെക്കിൻ്റെ ലെങ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ആ തുണിയെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആ കോളറിൻ്റെ ഭാഗം ആ തുണിയുമായിട്ട് അറ്റാച്ച് ചെയ്യാവേ. നിങ്ങൾ ഞാൻ എങ്ങനെയാണ് വെക്കുന്നതെന്ന് ശ്രദ്ധിച്ച് നോക്കണേ. വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മൾ എങ്ങനെയാണ് വെക്കാനെന്ന്. വളരെ ധൃതിക്കൊന്നും ഇട്ട് ചെയ്യല്ലേ, നമ്മുടെ തുണികൾ ചുളുക്ക് വീഴും. സാവകാശം നമ്മുടെ ആ ഭാഗത്തൂടെ അടിച്ചു പോണവേ. നമ്മുടെ തുടക്കക്കാർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ വീഡിയോ സ്ലോയിൽ ഇതിങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗവും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്ലീവ് എടുക്കാം. സ്ലീവിന് നമ്മൾ പ്ലേറ്റ് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ ആ ഒരു നോച്ചിട്ട ഭാഗത്ത് നിന്നും പ്ലേറ്റ് നമുക്ക് കൊടുത്തു തുടങ്ങാം. നമ്മൾ നോച്ചിട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എത്ര അളവിൽ വേണമെന്ന് കൺഫ്യൂഷൻ ഇല്ലാണ്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതൊക്കെയാണ് നമ്മൾ കട്ടിങ്ങിൽ ആ ഒരു ട്രിക്കൊക്കെ ചെയ്യുന്നതിൻ്റെ യൂസ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ പ്ലേറ്റ് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അരികു വശം അടിച്ചെടുക്കാം. ആദ്യം ഒരു 1/2 ഇഞ്ച് മടക്കി പിന്നെ ഫുള്ളായിട്ട് മടക്കിയിട്ട് അടിച്ചു പോകാവേ. നമ്മളിത് ഇതുപോലെ തന്നെ മറ്റേതും ചെയ്യാം. ഇനി ഞാനിവിടെ ഈ സ്ലീവിൻ്റെ ഒരു ഇലാസ്റ്റിക് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആ അരി കടിച്ചതിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു ഇലാസ്റ്റിക് വെക്കുന്നത്. ഇത് എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് അങ്ങ് വെക്കുന്നതാണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ചാൽ മതിയേ. ഞാൻ അതുകൊണ്ടാണ് നമ്മുടെ ആ ഒരു സ്ലീവിൻ്റെ അടിവശം അധികം നമ്മുടെ കറക്റ്റ് വണ്ണത്തിനനുസരിച്ച് കട്ട് ചെയ്യാവുന്നത്. സ്ലീവിന് ആ ഒരു ഇലാസ്റ്റിക് വയ്ക്കുമ്പോൾ കൂടുതൽ ചുരുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ മാക്സിമം തുണി അവിടെ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ മറ്റേ കൈയും ചെയ്യാം. അങ്ങനെ 2 കൈയും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അറ്റാച്ച് ചെയ്യാവേ. ആദ്യം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് നോക്കണം. സെൻറ്റർ നോക്കിയിട്ട് നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല വശവും സ്ലീവിൻ്റെ നല്ല വശവും തമ്മിൽ വെച്ചിട്ട് നമുക്കിങ്ങ് അടിച്ചു കൊടുക്കാവേ. സെൻറ്ററിൽ നിന്നാണ് അടിച്ചു തുടങ്ങേണ്ടത്. ഡബിൾ സ്റ്റിച്ച് തന്നെയാണ് കൊടുക്കേണ്ടത്. അവിടുന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് സൂചി കുത്തി നിർത്തിക്കൊണ്ട് തന്നെ അടിച്ചു പോണേ.
ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയത്തില്ല. എന്നാലും നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ കുറേ കൂടെ മനസ്സിലാവും. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നുണ്ട്. വീഡിയോ എന്നാലും ശ്രദ്ധിച്ച് നോക്കണമേ. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ബാക്ക് അടിച്ച് കാണാവുന്നതാണ്. അങ്ങനെ 2 സ്ലീവും നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ സ്ലീവ് ഇതാ ഇങ്ങനെയാണ് കിട്ടിയത്. ആ ഒരു പഫും പിന്നെ ആ ഒരു ഇലാസ്റ്റിക്കും കൂടെ വെക്കുമ്പോൾ നല്ല ഒരു ഭംഗിയുള്ളൊരു സ്ലീവായിട്ട് എനിക്ക് തോന്നിയേ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ കമൻറ്റിൽ പറയണേ. ഇനി നമുക്ക് ബോഡി പാർട്ടുകൾ അറ്റാച്ച് ചെയ്യുക. ആദ്യം തന്നെ നമ്മുടെ സ്ലീവ് എല്ലാം ഒപ്പം വെച്ചിട്ട് അടിച്ച് തുടങ്ങാം. നമ്മുടെ ആം ഹോളിൻ്റെ ഭാഗമൊക്കെ കറക്റ്റിലാണോ തുണിയിരിക്കുന്നതെന്ന് നോക്കിയിട്ട് വേണം അടിച്ചു വരേണ്ടത്. ഇല്ലെങ്കിൽ ഏറ്റക്കുറച്ചിലുകളും ചുളിവും ഒക്കെ ഉണ്ടാവും. ഇനി നമ്മൾ ആ നോച്ചിട്ട് സ്ലിറ്റിന് വേണ്ടി വെച്ചിട്ടുണ്ടല്ലോ, ആ സ്ഥലം എത്തുമ്പോൾ അവിടെ കെട്ടിട്ട് നിർത്തണം. 1 ഇഞ്ച് ഇങ്ങോട്ട് മാറിയിട്ടെ. നമ്മൾ ആ ഒരു നോച്ചിടുന്നതിൻ്റെയൊക്കെ യൂസ് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അങ്ങനെ ഇട്ടതിന് ശേഷം നമുക്കിത് സ്ലിറ്റ് ഇട്ട് തുടങ്ങാം. 2 വശം അടിച്ചതിന് ശേഷമാണ് സ്ലിറ്റ് ഇട്ട് തുടങ്ങാം. ആദ്യം 1/2 ഇഞ്ചും പിന്നീട് ഫുള്ളായിട്ടും മടക്കി നമുക്ക് സ്ലിറ്റ് ഇട്ട് പോകാം. ചുളിവ് വരാതെ കറക്റ്റായിട്ട് നമ്മുടെ ഒരു ഭാഗം നന്നായിട്ട് നഖം കൊണ്ട് ഇങ്ങനെ ഒന്ന് ലെവലാക്കി വെച്ചിട്ട് കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ ആ കെട്ടിട്ട ഭാഗത്തിന് തൊട്ട് മുകളിലെത്തിയിട്ട് ഒരു 1/4 ഇഞ്ച് മുകളിൽ വല്ലതും നിർത്തിയിട്ട് സൂചി കുത്തി നിർത്തി ഇപ്പുറത്തെ വശത്തവും തുണി അതുപോലെ ലെവലിനിട്ടിട്ട് പതിച്ചടിക്കുന്ന പോലെ രണ്ട് സ്റ്റിച്ച് വല്ലതും കൊടുത്തേക്ക് കേട്ടോ. നമ്മൾ കെട്ടിടുന്ന പോലെ അങ്ങ് നിർത്തണമേ, അല്ലെങ്കിൽ അത് അഴിഞ്ഞു പോകും. അതുകൊണ്ടാണ്. എന്നിട്ട് അവിടുന്ന് താഴേക്ക് നമുക്ക് മറ്റേ ഭാഗത്തേക്ക് അടിച്ചു പോകാം. അങ്ങനെ നമ്മളിതാ 2 വശവും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇതാ ഇങ്ങനെയൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. സ്ലീവൊക്കെ വെച്ച് ഇതാ ഇങ്ങനെ വന്നിട്ടുണ്ട്. നമ്മുടെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ അരികു വശമൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. വീഡിയോ ലാഗാതിരിക്കാൻ വേണ്ടിയാണ് അത് കാണിക്കാഞ്ഞത്. ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒന്നുകൂടെ കാണിക്കാം. ഇതാ നമ്മുടെ പഫ് വിത്ത് പ്ലീറ്റഡ് വി കോളർ നെക്ക് ഇതാ വന്ന് ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇനിയും കൂടുതൽ നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളെല്ലാം രേഖപ്പെടുത്തണം. മാക്സിമം ഷെയർ ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.